മലയാളികളുടെ കോമണിൽ നോക്കുമ്പോഴത്തേക്കും അശ്വിൻ ഷെട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിക്കുള്ളൂ. ജിമ്മ് തുടങ്ങണമെന്നുള്ള എല്ലാ ബോഡി ബിൽഡർമാരുടെ ആഗ്രഹമാണ്. പക്ഷേ എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കണം, പ്രഷർ എടുക്കണം എന്ന് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ എല്ലാം അവൈലബിളാണ്. ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്, അതുകൂടാണ്ട് ഓൺലൈനിൽ എല്ലാം അവൈലബിളാണ്. ഞാൻ ആക്ച്വലി +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഷെഫാവണമെന്നായിരുന്നു. പക്ഷേ അതിലോട്ടൊന്നും എത്തിയില്ല. എന്നാൽ നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോയി. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസിനെ കൊണ്ട് ഇപ്പോൾ നടക്കാൻ പറ്റില്ല. അവരെ പറ്റി എന്താണ് ഒരു ഓണസ്റ്റ് റിവ്യൂ? നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം. ആദ്യം ഒരു ഇൻട്രോ. ആരാണ്, ഹൂസ് അശ്വിൻ ഷെട്ടി? അങ്ങനെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഞാൻ മിസ്റ്റർ വേൾഡ് 2023 ഡിസംബറിലായിരുന്നു കൊറിയയിൽ. അത് ദൈവം സഹായിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു. അടിപൊളി. അപ്പോൾ മിസ്റ്റർ വേൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ സ്വപ്നം മാത്രമായിരുന്നു. അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുമോ, അവിടേക്ക് എത്താൻ പറ്റുമോ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അവിടെമാരെത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മേജർ കോമ്പറ്റീഷൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാഷണൽ കോമ്പറ്റീഷനൊക്കെ ചെയ്ത്, എന്നാലും ഇൻ്റർനാഷണൽ ലെവൽ അതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എൻ്റെ സർവീസസ് മീറ്റും ബാക്കിയുള്ള വർക്കൗട്ടൊക്കെ പ്രോപ്പറായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫുൾ പെർഫോമൻസിൽ ചെയ്യാൻ പറ്റിയ ഒരു ആവറേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു സമ്മറി ആയി. പക്ഷെ ഞാൻ ഇതിലേട്ടൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോവും. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾക്കേ അറിയുള്ളൂ ഷെട്ടി ഭായ് ആരാണത്, എവിടെ നിന്നാണ്, ഒരു കൊച്ചിക്കാരനാണ്, അതും ഇതും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ചോദിച്ചത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഷെട്ടി ഭായ് എവിടെ നിന്നാണ്, ആരാണ്, എവിടെയാണ് വീട്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, എവിടെയാണ് പഠിച്ചത്, അത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? ഞാനിവിടെ ജനിച്ചപ്പോഴന്നൊക്കെ ഇവിടെ ഫോട്ടോ വെച്ചില്ല. എൻ്റെ അടുത്ത് ഈ അശ്വിൻ ഷെട്ടി എന്നുള്ള പേര് ഫസ്റ്റ് തന്നെ എൻ്റെ പേരാണ് എൻ്റെ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ബാക്കി ഇപ്പോൾ മലയാളികളുടെ ഇടയിലും അല്ലെങ്കിൽ കൊച്ചിയിലും മലയാളികളുടെ കോമണിൽ നോക്കുമ്പോഴത്തേക്കും അശ്വിൻ ഷെട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഒരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു കർണാടകക്കാരനോ. അപ്പോൾ ആ പേരെ പെട്ടെന്ന് ആരും മറക്കൂല. പിന്നെ ബോഡി ബിൽഡിങ്ങിലോട്ടും കൂടി വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി എവിടെ പോലെ എൻ്റെ അടുത്ത് ചിലവരൊക്കെ ഒന്ന് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വരെ ഞാൻ മലയാളി അല്ല എന്നാണ്. പക്ഷേ ഇവിടെ കൊച്ചിയുള്ളവർക്കറിയാം, നമ്മുടെ കൂടെ പഠിച്ചവർക്കും അതേപോലെ ഈ ഏരിയ ഉള്ളവർക്കറിയാം. പക്ഷേ എറണാകുളം വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഞാൻ എന്താ പറയുക ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കൊച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ജാതി പല പല സ്ഥലത്തു നിന്ന് വന്ന് താമസിച്ച് ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗുജറാത്തീസ് ഉണ്ട് ഇവിടെ, അതേപോലെ ജൂതന്മാർ നേരത്തെ ഉണ്ടായിരുന്നു, കൊങ്ങണീസ് സംസാരിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ കച്ചി സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പെട്ട സത്യം പറഞ്ഞാൽ ഞാൻ ഗോവ ബേസ്ഡ് ആണ്. ഈ നമ്മൾ വന്നത് കൊങ്ങണി സംസാരിക്കുന്നവരാണ് ഫാമിലി മൊത്തം. പക്ഷേ നമ്മൾ ചോദിച്ചാൽ നമ്മൾ മലയാളി തന്നെയാണ്, കൊച്ചിക്കാരനാണ്. അതെ, ഇപ്പം ശരിക്കും കൊച്ചിക്കാരനാണ്. ചൈൽഡ്ഹുഡൊക്കെ ഇവിടെ കൊച്ചി? ഇവിടെ തന്നെ ചൈൽഡ്ഹുഡൊക്കെ ഇവിടെ തന്നെ. പഠിച്ചതും സ്കൂളിങ് കാര്യങ്ങളെല്ലാം? ഞാൻ ബിട്ടോ സ്കൂളിലാണ് പഠിച്ചത് 10ാം ക്ലാസ് വരെ. ഓക്കെ. പിന്നെ +2 ഇവിടെ മട്ടാഞ്ചേരി ടി സ്കൂളാണ്. പിന്നെ കോളേജ് ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആയത്. കോളേജ് കയറിയപ്പോൾ? അതെ അതെ. ഓക്കെ. മുമ്പ് ഫാമിലി ഇപ്പം എങ്ങനെയാണ്? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലി ഇപ്പം അച്ഛനമ്മ പെങ്ങള്, കല്യാണം കഴിച്ചിട്ടില്ല, കഴിക്കണം. നമ്മൾ സ്പോർട്സ് ആയിട്ട് പോയപ്പോൾ നമ്മൾ അച്ചീവ്മെന്റിന്റെ ബാക്കി പോയി. ഇനിയിപ്പോൾ കുറച്ചുകൂടി പേഴ്സണൽ ലൈഫിലോട്ട് ശ്രദ്ധിക്കണം. ഇപ്പോഴും ഇനി അച്ചീവ് ആക്ച്വലി ചെയ്യുക, ഇനി ഒരുപാട് ചെയ്യണം. എന്നാലും അതിൻ്റെ കൂടെ ബാക്കി പേഴ്സണൽ ലൈഫും കൊണ്ടുപോകണം. എൻ്റെ സിസ്റ്ററും സ്പോർട്സ് തന്നെയുള്ള അവളും ഇൻ്റർനാഷണൽ പ്ലെയറാണ്. കുറാഷ് ഇൻ്റർനാഷണൽ ബ്രോൺസ് മെഡൽ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി സൗത്ത് ഇന്ത്യ റെസ്ലിംഗ് സിൽവർ മെഡലുണ്ട്. അപ്പോൾ വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു വഴി നമ്മൾ തെളിയിച്ചു കൊടുത്തല്ലോ, ഇനി അതിലൂടെ അങ്ങോട്ട് പോയാൽ മതി. ഇനി നമുക്ക് മാറ്ററിലേക്ക് വരാം. ജിം അല്ലെങ്കിൽ ഫിറ്റ്നസ് ബോഡി ബിൽഡിങ്ങിലേക്കാണ് ഇനിയുള്ള ടോപ്പിക്സ് മൊത്തം. അപ്പോൾ ഒരു
എല്ലാ സ്പോർട്സ്മാൻ്റെ അടുത്തും ആദ്യം ചോദിക്കണതാണ് ആദ്യമായിട്ട് എപ്പോഴാണ് ക്രിക്കറ്റ് കണ്ടത് അല്ലെങ്കിൽ ഫുട്ബോൾ ആദ്യമായിട്ട് എങ്ങനെയാണ്. അതേപോലെ ഷെട്ടി ബായി ഫസ്റ്റ് ടൈം ഒരു ജിമ്മിൻ്റെ അകം അല്ലെങ്കിൽ ഒരാൾ ജിമ്മെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അതാരാണ്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഒരു ഫസ്റ്റ് ജിം എക്സ്പീരിയൻസ്? അതെന്ന് വെച്ചാൽ എൻ്റെ ശരിക്കും ജിം എന്ന് പറഞ്ഞ സംഭവം അറിയണത് കൊച്ചിൻ ജിമ്മ്, മട്ടാഞ്ചേരി കൊച്ചിൻ ജിംനേഷ്യം ഉണ്ട്. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരുന്നു, ഭയങ്കര ചെറുതായിരുന്നു, ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പോൾ ഇതേപോലെ പണ്ട് പോലെ സ്പോർട്സ് ചെയ്യണമെന്ന്, അപ്പോൾ നമുക്ക് ഈ അത്ലറ്റിക്സ് ചെയ്യും എല്ലാ ഗെയിമും നമ്മൾ ചെയ്യുമെങ്കിലും നമുക്ക് ഇന്നൊരു ഇതിലോട്ട് അല്ലെങ്കിൽ ഒരു ഗെയിം ചെയ്യണമെന്ന് നമുക്ക് ഒരു ഫോക്കസ് ഇല്ല. നമുക്ക് സ്പോർട്സ് ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഓരോരുത്തരുടെ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ വഴി കാണിച്ചു തരാനായിട്ട് ആരുമില്ല. അപ്പോൾ കൊച്ചിൻ ജിംനേഷ്യത്തിലോട്ട് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴാണ് ജിം ആദ്യമായിട്ട് കാണുന്നത്. അത് ആരെങ്കിലും കൊണ്ടുപോയതാണോ? അങ്ങനെ അത് ഞാൻ ഇൻസ്പയർ ആയിരുന്നു വെച്ചാൽ നമ്മൾ +2 പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അക്ബർ, അക്കു എന്ന് വിളിക്കും. അക്കു ഇതേപോലെ ഒരു +1 നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞിട്ട് +2 വന്നപ്പോഴത്തേക്കും ബോഡി ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ആള് ഇങ്ങനെ പെൻസിൽ ഇരുന്ന. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇല്ല, ആ സമയത്ത് നമ്മൾ ഭയങ്കര സ്ലിമ്മ, നമുക്കും ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റെഡിയാക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ജിമ്മിൽ കയറിയത്. അവിടെ പോയപ്പോൾ നമ്മൾ വേറൊരു ലോകത്തോട്ടാണ്, എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ലോകം. എന്ന് വെച്ചാൽ അവിടെ റെസ്ലിംഗ് ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്, അങ്ങനെ സ്പോർട്സിൽ എന്തൊക്കെ പരിപാടികളുണ്ട് അത് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നതിനപ്പോഴത്തേക്കും നമ്മൾ പലതും കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ റെസ്ലിംഗ് കണ്ടപ്പോൾ എനിക്ക് അത് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചാണ് റെസ്ലിംഗ് ചെയ്ത്. പിന്നെ പവർ ലിഫ്റ്റിംഗ് കണ്ടപ്പോൾ അത് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പവർ ലിഫ്റ്റിംഗ് ചെയ്തു. പക്ഷേ റെസ്ലിംഗ് ചെയ്ത് ഒരു ഒളിമ്പിക്സ് വരെയൊക്കെ എത്തണമെന്നായിരുന്നു എൻ്റെ ഡ്രീം ആക്ച്വലി. പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിലൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിനുള്ള സപ്പോർട്ടില്ല ആക്ച്വലി, അതിനുള്ള കോച്ചസും കാര്യങ്ങളില്ല. ഞാൻ റെസ്ലിംഗ് നാഷണൽ വരെ പോയിട്ടുണ്ട്, ഇതുപോലെ സൗത്ത് ഇന്ത്യൻ മെഡലുണ്ട്. അതുപോലെ പവർ ലിഫ്റ്റിംഗ് ഞാൻ സ്റ്റേറ്റ്, യൂണിവേഴ്സിറ്റി അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ജൂഡോ ചെയ്തിട്ടുണ്ട്, സൈക്ലിംഗ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും യൂണിവേഴ്സിറ്റി മെഡലുണ്ട്. സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, നാഷണൽ പോയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഞ്ചുറി വന്ന്. യൂണിവേഴ്സിറ്റി ഞാൻ എല്ലാ ഗെയിമും ചെയ്യുമായിരുന്നു, റെസ്ലിംഗ് ചെയ്യുമായിരുന്നു, പവർ ലിഫ്റ്റിംഗ് ചെയ്യുമായിരുന്നു, ബോക്സിങ് ചെയ്യുമായിരുന്നു, ബോഡി ബിൽഡിങ്ങും ചെയ്യുമായിരുന്നു. ഇതെല്ലാം കൂടി ചെയ്തപ്പോഴത്തേക്കും മുട്ടിനൊരു ഇഞ്ചുറി വന്ന്. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ ശരിക്കും ചിന്തിച്ച് ഇനി ഏത് ഗെയിം ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓപ്ഷൻസും കുറഞ്ഞ് പിന്നെ നമുക്ക് ഈ എല്ലാ ഗെയിമും കൂടി ചെയ്യുമ്പോഴാണ് ബോഡി ഓവർലോഡായിട്ടാണ് ഇഞ്ചുറി വന്നത്. ആ സമയത്ത് നമുക്കതറിയില്ല. പിന്നെ ഒരു ഇഞ്ചുറി വന്നതിനപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം കൂടി നടക്കില്ല, ഏതെങ്കിലും ഒരു ഗെയിം ഫോക്കസ് ചെയ്യാം. അപ്പോൾ അനസ് ഹുസൈൻ ഉണ്ട് എൻ്റെ കോച്ച്. അപ്പോൾ പുള്ളി റെയിൽവേയിലാണ് വർക്ക് ചെയ്യണം. ഇതേപോലെ ബോഡി ബിൽഡിംഗ് ആയിട്ടാണ് പുള്ളി റെയിൽവേ കയറിയെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പുള്ളി റെസ്ലിംഗ് ചെയ്യും, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരും. അപ്പോൾ അങ്ങനെ പുള്ളീനെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റില്ല, ഇങ്ങനെ ജോലി കിട്ടും നമുക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി. അതായത് ഒരു പ്രൊഫഷൻ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സ്പോർട്ടിന് പറ്റുമെന്നുള്ള ഒരു മാർഗം. അതെ. അപ്പോൾ ബാക്കി നമ്മളെല്ലാ ഇവന്റിലും ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും നാഷണൽ പോയൊരു കുറേ പേരുണ്ട്. ഇപ്പോൾ റെസ്ലിംഗ് ആയാലും ബാക്കി ബോക്സിങ് ആയാലും. പക്ഷെ ആരും എവിടെയും ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ആരും പോയിട്ടില്ല. പുള്ളി മാത്രമാണ് ഒരു നാഷണൽ ലെവല് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ പോയേക്കണം. പുള്ളീനെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ബോഡി ബിൽഡിങ്ങിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്ത് ഞാൻ പിന്നെ പുള്ളിയുടെ അണ്ടറിൽ തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ യൂണിവേഴ്സിറ്റി ഇറങ്ങി. ആദ്യം മിസ്റ്റർ കൊച്ചിൻ കോമ്പറ്റീഷൻ ഉണ്ട് ജിമ്മിൻ്റെ ഉള്ളിൽ തന്നെ നടത്തുന്നത്. അത് ചെയ്യണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിലൊന്നും ചെയ്യണമെന്ന് താല്പര്യമില്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു യൂണിവേഴ്സിറ്റി. അങ്ങനെ ചുമ്മാ യൂണിവേഴ്സിറ്റി ചെയ്തപ്പോൾ അത് ഗോൾഡ് വന്നു. അപ്പോൾ ഞാൻ ഇത് കൊള്ളാമല്ലോ ബോഡി ബിൽഡിങ്, നമ്മുടെ ജനറ്റിക്സ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലായി. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി അവർ എടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ബോഡി പെട്ടെന്ന് ചേഞ്ച് ആവാൻ തുടങ്ങി. ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ കുറേ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിൽ ചെയ്തതാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി ഗോൾഡ് വന്ന് ഞാൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പോയി. അവിടുത്തെ മത്സരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ
ഒന്നൊന്നുമല്ല, ഇത് വേറെ ലോകമാണ്. ഓക്കെ. ഒരുപാട് എഫേർട്ട് എടുക്കണം എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ഗെയിമാണ്. ബാക്കി ഗെയിമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കാശും മുടക്കണം, അതേപോലെ തന്നെ അത്ര എഫേർട്ട് എടുക്കണം, പിന്നെ ലൈഫ് റിസ്ക് ആയിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയും ചെയ്തിട്ട് കാര്യമില്ല, നെക്സ്റ്റ് ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞാൻ അനസിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ കോച്ചിൻ്റെ പുള്ളിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു ആദ്യത്തെ കൊല്ലം ഞാൻ യൂണിവേഴ്സിറ്റി ചെയ്ത് മെഡൽ വന്നില്ല. പിന്നെയും ചെയ്ത് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഇവിടെ MG യൂണിവേഴ്സിറ്റി അല്ല, MG യൂണിവേഴ്സിറ്റി ഞാൻ ടൈറ്റിൽ വിൻ ചെയ്തു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് കോയമ്പത്തൂർ വെച്ചിട്ട് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, അതിൽ ബ്രോൺസ് മെഡൽ വന്നു. അങ്ങനെയാണ് നമുക്ക് ബ്രോൺസ് മെഡൽ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ഡിഗ്രി പാസ്സായാലും നമുക്ക് ഇന്ന ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല, ഈ മെഡൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ ഒരു ഇൻസ്പിറേഷനായി, ഒരു പാത്തായി, പിന്നെ ഒരു ജോലി നമുക്ക് കാണാം, ഒരു 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 എന്തൊരു വഴിയായല്ലോ. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്കറിയാം ഇതിന് കുറേ ഡെഡിക്കേഷൻ വേണം. ഇത് നമ്മളൊരു എൻട്രൻസിന് പഠിക്കണ പോലെയോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു സ്പോർട്സിന് എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്, എല്ലാ സ്പോർട്സിനും അതിൻ്റെതായ ഡെഡിക്കേഷൻ വേണം. പക്ഷെ ബോഡി ബിൽഡിങ് നമ്മളെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, നമ്മളുടെ ശരീരമാണ് വാർത്തെടുക്കുന്നത്. അപ്പം അതിലൊരു ഇച്ചിരി കൂടി ഒരു പൊടിക്കും കൂടി ഒരു ലവ് ഉണ്ട് നമുക്ക് നമ്മളോടുള്ള. ആ ഒരു സാധനം ഇല്ലാതെ നമുക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടും കാര്യം ഇല്ല. നമ്മളിത് ജോലിക്ക് വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ചെയ്യണമെന്നുള്ള രീതി തന്നെ ഞാൻ ചെയ്തത്. ഇത് ചെയ്താൽ ജോലിക്ക് കയറണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു അച്ചീവ്മെന്റിലോട്ട് എത്തണം. ഞാൻ ആദ്യമായിട്ട് ആ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പോയി അവിടുത്തെ മത്സരങ്ങളും അവിടെ ഉള്ളവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് സെറ്റ് തന്നെ മാറി. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ വിചാരിച്ച പോലെ അല്ല, ഭയങ്കര എഫേർട്ട് എടുക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ വർക്കൗട്ടിൻ്റെ ഷെഡ്യൂളോ എത്ര നേരം വേണമെങ്കിലും വർക്കൗട്ട് ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ റെഡി ആയിട്ടാണ്. അതിനുശേഷമുള്ള എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി. അപ്പോൾ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് ആദ്യമായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു പരിപാടി കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഗെയിം വേറെയാണെന്നുള്ളത്. അത് എന്തൊക്കെ തരത്തിലായിരുന്നു ഒരു ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് കണ്ടപ്പോഴാണ്, എന്നിട്ട് ഷെട്ടിബായ് തിരിച്ചു വന്നിട്ട് എന്തൊക്കെയാ വ്യത്യാസം ഉണ്ടാക്കിയെന്ന് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാവരുടെയും ഫസ്റ്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒരു മെഡലാണ്. ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ചെയ്തപ്പോൾ തന്നെ ഗോൾഡ് വന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇത്രയും മതി, ഇത്ര എടുത്താൽ മതി, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അടിച്ച്, ഇതിൽ കൂടുതലൊന്നും വേണ്ട. അത്ര അയക്കാനപ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ നാഷണൽ അവർ കൊണ്ടുപോയി ഇന്ന ഡേറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒന്നും ചെയ്യില്ല. വെച്ചാൽ അവിടെ പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ നാഷണൽ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത്, ഒരു 10 ദിവസം മുന്നേ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല, ഉള്ള ഫോമും വെച്ച് പോയി. അവിടെ ചെന്ന് പോയപ്പോഴത്തേക്കും ഒരു വെയിറ്റ് കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു, അതായത് എൻ്റെ കാറ്റഗറിയിൽ തന്നെ ഒരു 70 പേര് അല്ലെങ്കിൽ 80 പേര് അടുത്തുണ്ടായിരുന്നു. പല ഓൾ ഇന്ത്യ പല യൂണിവേഴ്സിറ്റികളായിട്ട്. അതിലൊരു 20 പേരെടുത്ത് നോക്കിയാൽ ഒരേപോലെ ഇരിക്കണം. അതെല്ലാം യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരുമാണ്. അതെ, എല്ലാവരും ഇതേപോലെ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിൻ ചെയ്തിട്ട് വന്ന. അപ്പോൾ ഈ ഒരു 20 പേരെടുത്ത് നോക്കിയാൽ ഒരേ ഫസ്റ്റത്തെ, അതായത് ടോപ്പ് 20. ബാക്കിയുള്ള 40 പേരെ കളഞ്ഞു. ആ 40 പേരിൽ ഞാൻ പോയി. അപ്പോൾ ആ ടോപ്പ് 10 നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുള്ള ആരാ ഫോമെന്ന്. പിന്നെ 20 പേരിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് അവസാനത്തെ ടോപ്പ് 3 പേരെ എടുക്കണം. ആ 1, 2, 3 തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. ആ 4th വന്നവന്റെ സങ്കടം കണ്ട ഭയങ്കര സങ്കടമായി പോകുന്നു. വെച്ചാൽ ചെറിയ വ്യത്യാസത്തിലാണ് 4th ആയി പോണത്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മള് അവസാനം വരെ 4th പോലും ആയി പോകരുത്. 3ന്റെ അകത്ത് എന്തായാലും ഒന്നുമില്ല, നമുക്ക് വെറുതെ പറയാം ഞാൻ 4th ആയിരുന്നു. പക്ഷെ ഒരു ചെറിയൊരു പിൻ പോയിന്റ് വ്യത്യാസത്തിലാണ് പോണത്. അപ്പൊ അത്ര എഫേർട്ട് എടുത്തിട്ട് 4th ആയിട്ട് ഒരിക്കലും വരാൻ പാടില്ല. വന്നെങ്കിൽ 3ന്റെ അകത്ത് എന്തായാലും വേണം. അതായത് നമ്മൾ 3rd അടിക്കാൻ വേണ്ടി പോയിട്ട് കാര്യമില്ല, നമ്മൾ ഫസ്റ്റിന് വേണ്ടി പോകണം. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് അവിടെ പോയപ്പോൾ അങ്ങനെ മനസ്സിലായി. അതിനുശേഷം പിന്നെ നമ്മൾ ടോട്ടലി നമ്മുടെ വർക്കൗട്ടും ബാക്കി എങ്ങനെ അത് നമ്മൾ ഇവിടെ വന്നിട്ട് മാറ്റിയിട്ട് കാര്യമില്ല. നമുക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റേഞ്ചിലോട്ട് വരാൻ പറ്റുള്ളൂ.
യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് നാഷണൽ എത്തി, അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്ന്, അതിനുശേഷം പിന്നെ അങ്ങോട്ട് കയറി അങ്ങ് പോയി. ആ ജേണി എന്താണ്? പിന്നെ ഇവിടെ വന്ന ചേഞ്ചും പിന്നത്തെ ഏറ്റവും ടോപ്പ് അടിച്ച ആ സാധനം വരെ ഉള്ള ഒരു ജേണി? 2011 ആദ്യമായിട്ട് ഈ പറഞ്ഞ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പോയത്. അതിനുശേഷം പിന്നെ ഒരു വർഷം ഈ ഇഞ്ചുറി കൊണ്ട് ബ്രേക്കായി. പിന്നെ ഒരു കൊല്ലം ചെയ്ത് 2013 എനിക്ക് മെഡൽ വന്നത്. അതിനുശേഷം ജോലിക്ക് കയറണത് 2015-16 ആ സമയത്താണ്. അപ്പോൾ അടുത്ത കൊല്ലം തന്നെ ഞാൻ റെയിൽവേ കയറിയിട്ട്, റെയിൽവേ ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ്. എന്നുവെച്ചാൽ എല്ലാ കൊല്ലവും നമ്മുടെ ഈ ബോഡി ബിൽഡിംഗ് നാഷണൽ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേയാണ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം. അതായത് എല്ലാ കാറ്റഗറിയിലും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റെയിൽവേ ആയിരിക്കും, അല്ലെങ്കിൽ സർവീസസ് ആയിരിക്കും. സർവീസസ് എന്ന് വെച്ചാൽ ആർമി അല്ലെങ്കിൽ നേവി. അതിന് ശേഷമാണ് സ്റ്റേറ്റുകാർക്കൊക്കെ മെഡൽ വന്നത്. അപ്പോൾ ഭയങ്കര ടഫാണ്. അപ്പോൾ റെയിൽവേ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വന്നതെന്ന് വെച്ചാൽ നാഷണൽ മെഡൽ ഷുവറാണ്. അപ്പോൾ അത്രയും പെർഫോമൻസ് വേണം. അപ്പോൾ ആ സമയത്ത് തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡൽ വന്ന JP ജയപ്രകാശ് എന്ന് പറഞ്ഞ ബോഡി ബിൽഡറുണ്ട്, തമിഴനാണ്. പുള്ളി ഭയങ്കര പുള്ളി ഭയങ്കര സംഭവം, ഇന്ത്യ മൊത്തം ഫേമസ് ആണ്. അപ്പോൾ പുള്ളിയുടെ കാറ്റഗറിയിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് മെഡൽ എങ്ങനെയും ഒരു ബ്രോൺസ് എങ്കിലും വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യണം. പക്ഷെ നമ്മൾ എത്ര ഫോമായാലും നമുക്കത് പോരാന്നുള്ളൊരു ഉണ്ടായിരുന്നു. എത്ര എന്നുവെച്ചാൽ ഫോമായി, പക്ഷെ അതൊന്നും പോരാ. അങ്ങനെ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും വന്ന് ആ കൊല്ലം ഗോൾഡ്, ആ വീട്ടിൽ ഗോൾഡ് അടിച്ച്. അപ്പോൾ ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഭയങ്കര എല്ലാവരും വിളിച്ചിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അത് 2017-18 റെയിൽവേ നാഷണൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറിയൊരു ഇതുപോലെ സ്റ്റൊമക്കിൻ്റെ ഇൻഫെക്ഷൻ ഇതൊക്കെ വന്നിട്ട് നാഷണലിൽ ആ പെർഫോമൻസ് കിട്ടിയില്ല. അപ്പോൾ ആ കൊല്ലം ഭയങ്കര ഡെസ്പായിരുന്നു. അതുപോലെ പിറ്റത്തെ കൊല്ലവും ഇതേപോലെ റെയിൽവേ ഫസ്റ്റ് വന്നു, പക്ഷേ എനിക്ക് നാഷണൽ ചെയ്യാൻ പറ്റിയില്ല. ഇതേപോലെ ചെറിയ ഫുഡ് ഇൻഫെക്ഷനും ചെറിയൊരു ഇഞ്ചുറി പോലെയൊക്കെ വന്ന് സ്റ്റൊമക്ക് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് മാറണില്ലായിരുന്നു കുറേ നാൾ. അങ്ങനെ അത് വന്നപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി ഇതായിട്ട് ഞാൻ വിചാരിച്ചു ബോഡി ബിൽഡിങ് നിർത്താം. റെയിൽവേ ജോലിയായി. അപ്പോൾ ഡോക്ടറും പറഞ്ഞ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അപ്പോൾ ഒന്ന് ബ്രേക്ക് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടാകും. അത്രയും വന്നപ്പോഴത്തേക്കും ഞാനും വിചാരിച്ച്, വീട്ടിലും അവർ പറഞ്ഞ് മതി ജോലിയൊക്കെ ആയില്ലേ. പിന്നെ റെയിൽവേയിലുള്ളവരും കുറേ പേര് പറഞ്ഞു ജോലിയായി, ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. നമുക്കപ്പോഴും സങ്കടമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ ഹെൽത്തിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണമല്ലോ. എന്നുവെച്ചാൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ആ കൊല്ലം ഫുള്ള് ബ്രേക്ക് എടുത്ത് ഒരു കൊല്ലം വിട്ട് ഇനി ബോഡി ബിൽഡിങ് ചെയ്യാനുള്ള പോയി ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ നമ്മൾ ധോണിയുടെ പടം കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ അവിടെയാണ് സെയിം എനിക്കും പോസ്റ്റിങ്, സെയിം റെയിൽവേയിൽ തന്നെ. അവൻ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങോട്ട്. നമ്മൾ വിചാരിക്കണമല്ലോ, ഒന്നാമത് വേറെ നാട്ടിലാണ് പോയി വർക്ക് ചെയ്യണം, അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ കൂടെ ചെയ്തുകൊണ്ടുവന്നവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. കുറേ പേര് കയറിപ്പോണം, അതായത് നമ്മുടെ താഴെ നിന്നവരും ഇൻ്റർനാഷണൽ ലെവലിലോട്ട് എത്തണം. നമുക്ക് ആ ഒരു കഴിവുണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സങ്കടം. അങ്ങനെയൊക്കെ വന്ന് ഒരു വർഷം ബ്രേക്കായി. പിന്നെ കൊറോണയും വന്ന്, അപ്പോൾ ഒരു വലിയ ബ്രേക്കായി. വലിയ ബ്രേക്കിന് ശേഷം പിന്നെ ഞാൻ മൈൻഡ് ഭയങ്കരമായിട്ട് അപ്സെറ്റായി. എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഒരു 2 വർഷം ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാണ്ടിരുന്നപ്പോഴത്തേക്കും ബോഡി വീക്കായി. പിന്നെ ഞാനൊന്ന് ചെയ്തു തുടങ്ങിയിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞാനൊരു ഇതേപോലെ ഒരു കൊറോണയുടെ സമയത്ത് ഒരു കോമ്പറ്റീഷൻ വന്ന് അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് കോമ്പറ്റീഷൻ നടന്നില്ല, കൊറോണ കാരണം ക്യാൻസലായി. അതായത് മത്സരത്തിന് 2 ദിവസം മുന്നെയാണ് ക്യാൻസലായത്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ പെർഫോമൻസ് വന്നായിരുന്നു. അതാ വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ കഷ്ടപ്പെട്ടിലേക്ക് കയറി 2 ദിവസം മുന്നേ അത് ക്യാൻസലായി. അങ്ങനെ അതപ്പോൾ അതാരോടും ആ സങ്കടം ആരോടും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു 3-4 മാസം അല്ലെങ്കിൽ 4-5 മാസം കഷ്ടപ്പെട്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഈ 5 മിനിറ്റ് സ്റ്റേജിൽ കയറാനാണ് നമ്മൾ ഈ എഫേർട്ട് എടുക്കണം. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഫിസിക്കലി മാത്രമല്ല, പൈസയും മുടക്കുന്നുണ്ട്. ഫിസിക്കലി മെൻ്റലി നമ്മൾ ബാക്കി ഈ ബോഡി ബിൽഡിംഗ് എന്ന സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ പരിപാടികളും മാറ്റി വെക്കണം. ഒരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകാൻ പറ്റില്ല, ഒരു പാർട്ടിക്ക് പോകാൻ പറ്റില്ല, അതുപോലെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് കൂടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ്
മാറിപ്പോവും. ഡയറ്റും പിന്നെ നമ്മുടെ ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ട്. ആ സമയത്ത് റെസ്റ്റ് കിട്ടിയാൽ നമുക്ക് പിറ്റേ ദിവസം പോയിട്ട് പ്രാക്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം പരിപാടികൾ ഒഴിവാക്കും. എന്നിട്ട് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കും, ജിമ്മിൽ പോവും. നമ്മളൊരു റൂട്ടീനിലാണ് പോകണം. ഓക്കെ. അപ്പോൾ അത്രയും റൂട്ടീനൊക്കെ ചെയ്ത് ഇതേപോലെ മത്സരം വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു വലിയ ബ്രേക്ക് വന്നപ്പോഴത്തേക്കും ആകെ ഇതായി. പിന്നെ വീണ്ടും കോമ്പറ്റീഷൻ്റെ ഡേറ്റ് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പം ഞാൻ അന്ന് തുടങ്ങിയ വർക്കൗട്ട് പിന്നെ ഞാൻ വിട്ടിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ഈ കൊറോണന് ബ്രേക്ക് വന്നപ്പോഴത്തേക്കും ടോട്ടലി വിട്ട് ഡെസ്പായിട്ട്. പക്ഷെ ഞാൻ എന്തായാലും തുടങ്ങി വെച്ചാലും പിന്നെ കണ്ടിന്യൂറ്റി ചെയ്ത്. ഓക്കെ. ആ കൊല്ലം തന്നെ റെയിൽവേ ചാമ്പ്യൻഷിപ്പ് വന്നു. അപ്പോൾ കേരളത്തിലാകെ ഒരാളെ നമ്മുടെ റെയിൽവേ ഓവറോൾ ചാമ്പ്യനായിട്ടുള്ളൂ. അത് റെക്സ് ഓർഗീസ് എന്നുള്ള പുള്ളി ഇപ്പോൾ മരിച്ചുപോയി. റെയിൽവേ തന്നെയായിരുന്നു. ഇവിടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പോസ്റ്റിങ്. പുള്ളി മരിച്ചു. അപ്പോൾ അതിനുശേഷം വേറെ കേരളത്തിൽ ആരും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആ കൊല്ലം മെഡൽ എങ്ങനെയും വന്നാൽ മറ്റുള്ള രീതിയിൽ നമ്മൾ ചെയ്ത്. പക്ഷെ നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് ബോഡി അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊല്ലം ഗോൾഡ് അടിച്ച് ഇതുപോലെ ഓവറോൾ ചാമ്പ്യൻ ആകാൻ പറ്റി. അങ്ങനെ ആ കൊല്ലം ഇതുവരെ ആരും അച്ചീവ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആരും അച്ചീവ് ചെയ്തിട്ടില്ല. 2021 അങ്ങനെ ആ കൊല്ലം ടൈറ്റിൽ അടിച്ച്. അതിൻ്റെ പിറ്റത്തെ കൊല്ലം ഓവറോൾ 2 കൊല്ലം അടുപ്പിച്ച് ടൈറ്റിൽ അടിച്ച്. അപ്പോൾ അതൊന്നും എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അച്ചീവ്മെൻ്റ്. എനിക്ക് വേൾഡ് ടൈറ്റിൽ അടിച്ചതിനെക്കാട്ടും സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അടിക്കണം. ഇപ്പം എൻ്റെ കോച്ചുണ്ട് അനസ്, പുള്ളി ചെറുപ്പം പോലെ ഞാൻ കാണാൻ തുടങ്ങിയ പോലെ പുള്ളി പറഞ്ഞു എനിക്ക് ടൈറ്റിൽ അടിക്കണം. ഓക്കെ. പക്ഷെ പുള്ളിക്ക് നമ്മുടെ വെയിറ്റിൻ്റെയും കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചാൽ വലിയ വെയിറ്റുള്ളവരാണ് എപ്പോഴും ഇത് അച്ചീവ് ചെയ്യാറ്. ഞാൻ ചെറിയ വെയിറ്റിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മിഡിൽ കാറ്റഗറിയിലെ 75 അതിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വെയിറ്റിലൊന്നും ആരും ഇതുവരെ അത് അച്ചീവ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയണത്. പക്ഷേ ആ സമയത്ത് എനിക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ലൈഫിലൊരു സത്യം പറഞ്ഞാൽ ഒരു മരിക്കണവരെ മറക്കാൻ പറ്റാത്തൊരു സംഭവം. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ആ ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ അന്ന് കിട്ടിയ ഒരു എനർജി ഉണ്ട്, മെൻ്റൽ പവർ, അത് പിന്നെ ഞാൻ വിട്ടിട്ടില്ല. അതിനുശേഷം ഞാൻ ഏഷ്യയുടെ സെലക്ഷന് പോയി, അത് കിട്ടി. ഏഷ്യ പോയി, ഏഷ്യ ഗോൾഡ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേൾഡ് പോയി. വേൾഡ് ആ കൊല്ലം സിൽവർ വന്നു. അപ്പോൾ ആ സിൽവർ വന്നപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആ സിൽവർ ഒരു ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ സിൽവർ വന്നപ്പോൾ മനസ്സിലാവും നമുക്ക് ഗോൾഡ് വിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത്രയും കാര്യത്തിൽ കുറച്ചൊരു ഇതാണ്, ചെറിയ വ്യത്യാസത്തിലാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർന്ന് ചെറിയ വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ വേറെ ആൾ വരുമ്പോൾ സെക്കൻഡ് ആണല്ലേ. ബാക്കിയുള്ളവർക്ക് അത് സെക്കൻഡ് ആയിരിക്കും, നമുക്കത് ഫസ്റ്റ് തന്നെ. നമ്മൾ സെക്കൻഡ് അടിച്ചാലും തേർഡ് അടിച്ചാലും നമുക്കത് നമ്മൾ ഫസ്റ്റ് അടിച്ച പോലെ തന്നെ. പക്ഷെ ബാക്കിയുള്ളവർ കാണുമ്പോൾ സെക്കൻഡ് തേർഡ്. ആ കൊല്ലം ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരുടെ വിചാരം സെക്കൻഡ് ആണല്ലേ. അവർക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പാടില്ലാണ്ടാണ്. എന്നുവെച്ചാൽ ബോഡി ബിൽഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് സെക്കൻഡ് തേർഡ് അങ്ങനെ ഇത് വരും. അതുകൊണ്ട് പിറ്റത്തെ കൊല്ലം ഞാൻ വേൾഡ് ചെയ്ത് അത് ഗോൾഡ് വന്നു. അത് ഏത് അസോസിയേഷൻ്റെ ആണ്? അത് നമ്മുടെ ആക്ച്വലി ബോഡി ബിൽഡിങ്ങിന് കുറേ അസോസിയേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആകെ ഒരു അസോസിയേഷന് അഫിലിയേഷൻ കൊടുക്കുകയുള്ളൂ. അത് IBBF എന്ന് പറഞ്ഞ അസോസിയേഷനാണ്. ഇപ്പോൾ ഗവൺമെൻറ് റെക്കഗ്നൈസ് അസോസിയേഷനിൽ ഈ സർവീസസ് ടീമും റെയിൽവേ ടീമൊക്കെ പങ്കെടുക്കുള്ളൂ. നമ്മൾ റെയിൽവേ ത്രൂ റെയിൽവേ പറയും ഏത് അസോസിയേഷനാണ് പങ്കെടുക്കേണ്ടത്, നമ്മൾ അവിടെ പങ്കെടുക്കുള്ളൂ.